ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്കാണ്. രാമജന്മഭൂമി അയോധ്യ ഒരു ആരാധനാലയം മാത്രമല്ലല്ലോ, BJPയുടെ അധികാര രാഷ്ട്രീയ വഴിയിലെ പൊളിറ്റിക്കൽ ബ്രാൻഡ് കൂടിയാണത്. രഥചക്രം ചലിച്ചതും കർസേവകർ പള്ളി പൊളിച്ചതുമെല്ലാം കേവലം വിശ്വാസി പ്രശ്നം മാത്രമായി ഒതുങ്ങുന്നതേയല്ല, വിപുലമായൊരു രാഷ്ട്രീയ പദ്ധതി കൂടിയായിരുന്നു അത് എന്ന് എല്ലാവർക്കും സാമാന്യ ജനത്തിനാകെയും അറിയുന്നതുമാണ്. BJPയും സംഘപരിവാർ ഹിന്ദുത്വ സംഘടനകൾ സംബന്ധിച്ച രാഷ്ട്രീയ ബ്രാൻഡായ അയോധ്യയിൽ കൊള്ള നടക്കുമ്പോൾ സംരക്ഷകർ എന്ന് ചമഞ്ഞവരുടെ ആത്മാർത്ഥത പകൽ വെളിച്ചത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിച്ച് വോട്ടാക്കി മാറ്റിയവർ അതേ വിശ്വാസത്തിന്റെ പവിത്രത സംരക്ഷിച്ചില്ല എന്നതാണ് വലിയ വൈരുദ്ധ്യം. വിശ്വാസികളുടെ വികാരം വോട്ടാക്കി മാറ്റാൻ കാണിച്ച മിടുക്ക് ക്ഷേത്രപാലനത്തിനും ക്ഷേത്രത്തിലെ കൊള്ള തടയുന്നതിനും പുലർത്താൻ ആകാത്തത് കേവലമായൊരു വീഴ്ച മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭരണകൂടങ്ങളുടെയും ഈ വിഷയത്തിലെ യഥാർത്ഥ ആത്മാർത്ഥത കുറവിന്റെ തെളിവ് കൂടിയായി അത് മാറുകയാണ്. ഇന്നിതാ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ രാമജന്മഭൂമി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായും ട്രസ്റ്റി അനിൽ മിശ്രയും രാജിവെക്കേണ്ടി വന്നു. അതേസമയം കേസിൽ മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യാൻ ഉത്തർപ്രദേശ് പോലീസുകൾ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ക്ഷേത്രത്തിലെ ഒരു ഉന്നതൻ, അത് ആര് എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഒരു പുതിയ FIR കൂടി വരുമ്പോൾ പ്രതിയാകും എന്നതാണ് വിവരം. ക്ഷേത്രത്തിലെ തട്ടിപ്പ് നടന്ന രീതി വിശദീകരിച്ചുകൊണ്ട് അതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം SIT ഇടക്കാർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. നിറഞ്ഞുനിന്ന ആശയക്കുഴപ്പത്തിനൊടുവിലാണ് ചമ്പത് റായുടെയും അനിൽ മിശ്രയുടെയും രാജി സംബന്ധിച്ച് ട്രസ്റ്റ് ഇപ്പോൾ ഒരു വിശദീകരണം നൽകുന്നത്. ഇരുവരും നൽകിയ രാജി അടുത്ത ട്രസ്റ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ക്ഷേത്രത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങളിൽ ദുഃഖമുണ്ട് എന്നും പ്രതികളായവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നതായും ഈ ട്രസ്റ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്തർ കാണിക്കയായി നൽകിയിട്ടുള്ള പണം മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് സമ്മതിക്കുന്ന ട്രസ്റ്റ് ഭക്തർ നൽകിയിട്ടുള്ള ആഭരണങ്ങളും വെള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള കട്ടകളും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അത് സുരക്ഷിതമായിട്ടുണ്ട് എന്നും ഉറപ്പ് നൽകുന്നുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളെ വിശ്വസിക്കരുതെന്നു കൂടിയുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ട്രസ്റ്റ്. വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ചമ്പത് റായുടെ രാജി ആവശ്യപ്പെടുക അത്ര എളുപ്പമായിരുന്നില്ല. സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും RSS തികഞ്ഞ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. BJPയും വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിലുണ്ടായ കൊള്ളയും അതിൽ പ്രതികളായിട്ടുള്ളവർക്കുള്ള സംഘപരിവാർ ബന്ധവുമാണ് BJPക്ക് തിരിച്ചടിയാകുന്നത്. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നേരത്തെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും കൂടുതൽ വ്യാപകമായി ക്ഷേത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് SITയും ഉത്തർപ്രദേശ് പോലീസും ശ്രമിക്കുന്നത്. മറ്റൊരു FIR കൂടി ഉടൻ രജിസ്റ്റർ ചെയ്തേക്കുമെന്ന സൂചന ഉത്തർപ്രദേശ് പോലീസ് നൽകുന്നുണ്ട്. ഇപ്പോഴും അന്വേഷണം എന്തുകൊണ്ട് മുതിർന്ന അംഗങ്ങളിലേക്ക് പോകുന്നില്ല, ട്രസ്റ്റ് ഭാരവാഹികളിലേക്ക് പോകുന്നില്ല എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നത്. ചമ്പത് റായുടെ അറസ്റ്റും ആവശ്യപ്പെടുന്നുണ്ട് കോൺഗ്രസ്. എന്നാൽ ഇതിനൊന്നും തന്നെ രാഷ്ട്രീയമായ മറുപടി നൽകാതിരിക്കുകയാണ് BJP ഇപ്പോൾ ചെയ്യുന്നത്. രാഷ്ട്രീയമായ മറുപടി പക്ഷേ അനിവാര്യമായി വരുന്നു. BJPയുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന പൊതു പ്രതികരണത്തിനപ്പുറത്തെ കാര്യങ്ങൾ പോകുന്നില്ല. പക്ഷേ വലിയ രാഷ്ട്രീയ മാനം കൂടിയുണ്ട് ഇപ്പോൾ സംഭവിച്ച ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനും ഇനി പുറത്തുവരേണ്ട വിവരങ്ങളിലും യഥാർത്ഥ വിവരങ്ങൾ ആകെ പുറത്തുവരേണ്ട അനിവാര്യതയുമാണ്. ഏതായാലും ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി ഈ തട്ടിപ്പ് കൊള്ള മാറുകയാണ്.